ഹലോ, നമുക്ക് കപ്പലണ്ടി മിഠായി ഉണ്ടാക്കിയാലോ? ഇന്നൊരു കപ്പലണ്ടി മിഠായിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കപ്പലണ്ടി മിഠായി ഉണ്ടാക്കുക എളുപ്പമല്ലേ? എല്ലാവർക്കും നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിന് ഒരുപാട് ചേരുവയൊന്നും വേണ്ട. കുറച്ച് ശർക്കരയും കപ്പലണ്ടിയും മാത്രം മതി. അപ്പം നമുക്ക് കപ്പലണ്ടി മിഠായി ഉണ്ടാക്കാം. അതിനായിട്ട് കുറച്ച് കപ്പലണ്ടി എടുത്ത് ചെറുതായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. എന്ന് വെച്ചാൽ നല്ല മൂപ്പിക്കാനല്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് തോടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. തോടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കപ്പലണ്ടി നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു ചെറിയ പീസ് ശർക്കര എടുത്ത് ശർക്കര പാനിയാക്കാം. ശർക്കരയ്ക്ക് കണക്കൊന്നുമില്ല കേട്ടോ. ഞാൻ ഒരു കുഞ്ഞു പീസ് ശർക്കര എടുത്തിട്ട് അര ഗ്ലാസ് വെള്ളം വെച്ച് ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. ശർക്കര പാനി ഒരു പാത്രത്തിലോട്ട് അരിച്ച് മാറ്റാം. അതിൽ കുറച്ചും കൂടി വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ശർക്കര പാനി കാച്ചാൻ വെച്ചിട്ടുള്ളത്. ശർക്കര പാനി ഒരു പാകമാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ പാകം നോക്കാൻ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഒരു തുള്ളി ശർക്കര അതിലോട്ട് ഒഴിച്ച് വെക്കുക. അപ്പോൾ കയ്യിലൊട്ടുന്ന ഒരു ചെറിയ പരുവം, കയ്യിലൊട്ടുന്ന പാകമാകുമ്പോഴത്തേക്ക് കപ്പലണ്ടി നമുക്കിതിലോട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് നേരമൊന്നും അടുപ്പിലൊന്നും വെക്കേണ്ട. 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ കപ്പലണ്ടി മിഠായി റെഡിയാവും. ശർക്കരയിലിട്ട് ഒരു 2 സെക്കൻഡ് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോ ട്രോയിലോ നമ്മൾ എന്തിലാണോ കപ്പലണ്ടി മിഠായി വയ്ക്കാൻ പോകുന്നത് ആ പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിവിടെ ഒരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ബട്ടറോ നെയ്യോ ഇല്ലായിരുന്നു. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് വെളിച്ചെണ്ണ പാത്രത്തിലൊന്ന് തടകിയതിന് ശേഷം അതിലോട്ട് നമുക്ക് കപ്പലണ്ടി മിഠായിയിലേക്കോട്ട് ഒഴിച്ച് സെറ്റ് ചെയ്യാം. ഈ സെറ്റ് ചെയ്ത് വയ്ക്കുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. കുറച്ച് കഴിഞ്ഞ് ഡ്രൈ ആയി തീരുമ്പോഴത്തേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പാടായിരിക്കും. ഇത് എനിക്ക് നേരത്തെ കട്ട് ചെയ്യാൻ മറന്നുപോയി. ഇപ്പോൾ ഡ്രൈ ആയി പോയിട്ടുണ്ടായിരുന്നു. ഇഷ്ടമായ എല്ലാവരും ഉണ്ടാക്കി നോക്കണം.